ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ മാഊൻ ആയത്ത് നമ്പർ 7 വിശദീകരണം. വയംനഊനൽ മാഊൻ, ചെറിയ ഉപകാരം പോലും അവർ തടയുന്നു. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ അർത്ഥമായി, അതുപോലെ തന്നെ മാഊൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യമായി നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പരിശുദ്ധ ദീനിനെ നിഷേധിക്കുന്നവൻ ആരാണെന്നുള്ള വിശദീകരണമാണ് നമ്മൾ നടത്തി വരുന്നത്. പരിശുദ്ധ ദീനെ നിഷേധിക്കുന്നവൻ അവൻ ജനോപകാരിയായിരിക്കുകയില്ല, അവൻ പരോപകാരിയായിരിക്കുകയില്ല. പരോപകാരി അല്ലാത്തവൻ ദീനിനെ വാദിക്കുന്ന ദീൻവാദിയാവുക സാധ്യവുമല്ല. ദീനിനു വേണ്ടി നിലകൊള്ളുന്നവനാണെന്ന് പറയുക സാധ്യമല്ല. എത്ര വ്യക്തതയോടുകൂടിയാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത്. നോക്കൂ, മനുഷ്യപ്പറ്റില്ലാത്ത ഒരു ഇസ്ലാം ഖുർആൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും മഹാഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ആരാധനാകർമ്മങ്ങൾ വിശദീകരിക്കുന്നതിനേക്കാളും കൂടുതൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, നേർക്കുനേരെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, അത് സാമ്പത്തിക മേഖല, സാമൂഹിക മേഖല, രാഷ്ട്രീയ മേഖല, വ്യക്തി തലം, വൈവാഹിക ജീവിതം തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടുതൽ സ്ഥലം അനുവദിച്ചിരിക്കുകയാണ് ഖുർആനിൽ. നമസ്കാരത്തിന്റെ വിശദീകരണങ്ങളൊന്നും നമ്മൾ ഖുർആനിൽ നോക്കിയാൽ കാണാൻ കഴിയില്ല. റക്അത്തുകളുടെ എണ്ണം, നമസ്കാരത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അടിസ്ഥാനപരമായ കാര്യം നമ്മളോട് പറഞ്ഞു, നമസ്കരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. 5 നേരത്തെ നമസ്കാരത്തെ കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നു. ബാക്കി വിശദാംശങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ മറ്റു വക കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ആയത്ത് കടബാധ്യത സ്പർശിക്കുന്ന ആയത്താണ്. അത് സൂറത്തുൽ ബഖറയിലാണ്. അതുപോലെ തന്നെ സിവിൽ ക്രിമിനൽ നിയമങ്ങളെ കുറിച്ച് വിശദാംശങ്ങളോടെ, അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ച് വിശദാംശങ്ങളോടെ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെയും നമ്മളോട് ദീനിനെ നിഷേധിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യപ്പറ്റുള്ള ഒരു ദീനിനെ അവതരിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ. വയംനഊനൽ മാഊൻ, ചെറിയ ഉപകാരം പോലും അവർ തടയുന്നു. എന്താണ് ഈ ചെറിയ ഉപകാരം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് മാഊൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ പഠിച്ചു. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മാഊൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഏതെങ്കിലും നിലയ്ക്ക് ഉപപ്രയോജനമുള്ള, ചെറുതാകട്ടെ വലുതാകട്ടെ, ഏത് വസ്തുവായിരുന്നാലും അത് മാഊനാണ്. അത് തടയുക എന്ന് പറയുന്നത് ദീൻ നിഷേധത്തിന് തുല്യമാണ്. അത് തടയുന്നവർ കേവല നിസ്കാരക്കാരാണ് അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുള്ള മാനസികാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളിൽ അങ്ങനെയുള്ള മാനസികാവസ്ഥ ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരു മനസ്സ്, സങ്കുചിതത്വത്തിൽ നിന്ന് രക്ഷപ്പെടുക. വമൻ യൂഖ ശുഹ നഫ്സിഹി, ശുഹ നഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും സാമ്പത്തികമായുള്ള ഒരു പിശുക്ക് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം മനസ്സിങ്ങനെ ചുരുങ്ങി സങ്കുചിതമായി ചെറുതായിത്തീരുന്ന, എന്നിൽ മാത്രം ഒതുങ്ങുന്ന, ഞാനും എന്റെ കുടുംബവും എന്റെ ആ ടാവട്ടത്തിലുള്ള വീടും മാത്രം, അതിനപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് സങ്കുചിത മനസ്കനായി നിലകൊള്ളുന്ന ഒരു നിലപാട്, അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. എന്തെങ്കിലും കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൊടുക്കാൻ കഴിയുന്നവരെ കൊടുക്കാൻ പ്രേരിപ്പിക്കാൻ ആണല്ലോ വലാ യഹുദു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിശദീകരിച്ചത്. അയൽവക്കക്കാരായി ജീവിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ അയൽവക്കത്ത് ഒരുപാട് ആളുകളുണ്ട്. അയൽവക്ക ബന്ധവുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അയൽവക്കക്കാര് പരസ്പരം പല സംഗതികളും പല സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും വായ്പ കൊടുത്തും ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വാങ്ങുകയൊക്കെ ചെയ്യുന്ന ഇടപാടുകളുണ്ട്. അവിടെ പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും
തങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ അവലംബിക്കാറുണ്ട്. അതൊരു കുറച്ചിലായോ മറ്റോ കാണുക എന്ന് പറയുന്നത് അത് മറ്റൊരു തലമാണ്, അതൊരു അഹങ്കാരത്തിന്റെ തലമാണ്. ഞാൻ ആരോടും ഒന്നും ചോദിക്കുകയില്ല, എന്റെ കാര്യം ഞാൻ തന്നെ നിർവഹിച്ചു കൊള്ളാം, എനിക്കാരുടെയും സഹായം ആവശ്യമില്ല, പരസഹായത്തിന് തീരെ ആവശ്യമില്ല എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിൽ മറ്റൊരിക്കൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സഹായം മറ്റുള്ളവരുടെ ആവശ്യമായി വരുമെന്നുള്ള ബോധം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതാരുടെ സഹായം എപ്പോൾ എങ്ങനെ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇത്തരം ആവശ്യങ്ങൾ, വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിൽ ഒരു ലുപ്തും കാണിക്കാൻ പാടില്ല, ഒരു പിശുക്കും കാണിക്കാൻ പാടില്ല. അത് ധാർമ്മികതക്ക് നിരക്കുന്നതല്ല എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊരു അതിഥി വരുമ്പോൾ നമ്മൾ അയൽവക്കക്കാരിൽ നിന്ന് അവിടേക്ക് പറഞ്ഞയച്ച് അവിടുന്ന് പായ അല്ലെങ്കിൽ കസേര അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അടുപ്പ് അത്ര വലുതല്ല, അയൽവക്കത്തുള്ള വീട്ടിലെ അടുപ്പ് നമ്മൾ വായ്പ അല്ലെങ്കിൽ അടുപ്പ് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാറുണ്ട്. ചെറിയ ചെറിയ സംഗതികൾ റസൂലുള്ളാഹി ബക്കറ്റ്, അതുപോലെ തന്നെ കോടാലി, അത് മഴു, പിന്നെ പാത്രങ്ങൾ, അങ്ങനെയുള്ള വിശദീകരണങ്ങളൊക്കെ മഅഊൻ എന്ന പദത്തിന് നൽകിയിട്ടുണ്ട്. അവരുടെ ചർച്ചയിലൊക്കെ തന്നെ അങ്ങനെയൊക്കെ കാണാൻ കഴിയും. അയൽവക്കക്കാരായി ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ അയൽവാസിയായ ഒരു മനുഷ്യൻ അവന് അല്പനേരത്തേക്ക് എവിടെയെങ്കിലും യാത്ര പോകേണ്ടൊക്കെ വരുമ്പോൾ തന്റെ വീടും തന്റെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ തന്നെ അയൽവാസിയായ ആളെ ഏൽപ്പിക്കുക എന്ന് പറയുന്ന സ്വഭാവമൊക്കെ തന്നെ, അങ്ങനെയുള്ള സഹായങ്ങൾ, ഇതൊക്കെ മനുഷ്യന് ഉപകാരം ചെയ്ത കാര്യങ്ങളാണ്. ഇതൊക്കെ വിശദീകരണങ്ങളിൽ വന്നിട്ടുണ്ട്. സഹാബകൾ പറഞ്ഞു, കുന്ന അസ്ഹാബ് റസൂലില്ലാഹി യതഹദ്ദസു അന്നൽ മഅഊൻ, ഞങ്ങൾ മഅഊനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. മഅഊൻ എന്ന് പറഞ്ഞാൽ ദൽവ്, ഫഅസ്, ഖിദർ, ഇങ്ങനെ തുടങ്ങിയുള്ള നേരത്തെ അർത്ഥം പറഞ്ഞതുപോലെ ബക്കറ്റ്, അതുപോലെ കോടാലി, മഴു, പിന്നെ പാത്രങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും ചെറിയ. അപ്പൊ ഏറ്റവും ചെറിയ സംഗതികളിൽ പോലും തടസ്സവാദങ്ങൾ ഉന്നയിച്ച് ലുബ്ധ കാണിച്ച് കൊടുക്കാതിരിക്കാനുള്ള ഒരു മനസ്ഥിതിയുമായി നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദീൻവാദിയായി, മൂമിനായി, ഈമാനിന്റെ വക്താവായി, ഇസ്ലാമിന്റെ വക്താവായി, ഇസ്ലാംവാദിയായി സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുക സാധ്യമേ അല്ല. അവസാനമായി ഞാൻ പറയട്ടെ, ഈ സൂറ അവസാനിപ്പിച്ചുകൊണ്ട് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുപ്പിക്കപ്പെട്ടവരാണ്. ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ. സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായി കാണാത്തിടത്തോളം കാലം നമുക്ക് മോമിനായി ജീവിക്കുക സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് തിന്നുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്റെ സഹോദരന്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എന്റെ ഈ പള്ളിയിൽ ഒരു മാസക്കാലം ഇഴത്തിക്കാതിരിക്കുന്നതിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. അതിനാൽ ഈ നിലക്ക് ദീനിനെ വിശാലമായി മനസ്സിലാക്കാനും ആളുകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയൊരു ദീനീ പ്രവർത്തനത്തിന് വേണ്ടി ഉള്ള സന്മനസ്സും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.